സ്വാഗതം. പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം ആദ്യം തലക്കെട്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയറിയാൻ AICC നടത്തിയ ഹിതപരിശോധനയെ ചൊല്ലി വിവാദം. MLA-മാർ നിരീക്ഷകരോട് രഹസ്യമായി പറഞ്ഞത് ചോർന്നു. KPCC പ്രസിഡന്റ് അടക്കം പിന്തുണച്ചത് KC വേണുഗോപാലിനെ. ഹിതപരിശോധനയിൽ കൃത്രിമത്വം നടത്തിയെന്ന് VD സതീശന്റെ പരാതി. താൻ പറഞ്ഞത് രേഖപ്പെടുത്തിയില്ലെന്ന് ഉദുമ MLA K നീലകണ്ഠൻ. തർക്കത്തിൽ കടുത്ത അതൃപ്തിയിൽ ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറി നിരീക്ഷകർ. AICC അധ്യക്ഷൻ തീരുമാനമെടുക്കുമെന്ന് അജയ് മാക്കനും മുകുൾ വാസ്നിക്കും. മുഖ്യമന്ത്രിയെ മറ്റന്നാൾ പ്രഖ്യാപിച്ചേക്കും. VD സതീശനെ പിന്തുണച്ച അണികളുടെ മുറവിളി. സതീശനായി കോട്ടയത്ത് പെട്രോൾ ഒഴിച്ച് യുവാവിന്റെ ആത്മഹത്യാശ്രമം. KCക്കെതിരെ പലയിടത്തും കരിയോയിൽ പ്രതിഷേധം. വിജയത്തിന്റെ ശോഭ കെടുത്തരുതെന്ന് സണ്ണി ജോസഫ്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനാവാതെ CPM. തോൽവി ചർച്ച ചെയ്യാൻ PB യോഗം അടുത്തയാഴ്ച. കണ്ണൂരിലും പയ്യന്നൂരിലും P ജയരാജനെ പിന്തുണച്ചും നേതാക്കളെ വിമർശിച്ചും പോസ്റ്ററുകൾ. പാർട്ടിക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് EP ജയരാജൻ. തമിഴ്നാട്ടിൽ വിജയ്ക്ക് ഇന്ന് നിർണായകം. വിജയെ പിന്തുണയ്ക്കുന്നതിൽ ഇടതു പാർട്ടികളുടെ തീരുമാനം ഉടനുണ്ടാകും. സഖ്യസാധ്യത വീണ്ടും സജീവമാക്കി ദ്രാവിഡ കക്ഷികൾ. ചെന്നൈയിൽ തുടരണമെന്ന് MLA-മാരോട് DMK നേതൃത്വം. ജനവിധി അംഗീകരിക്കണമെന്ന് കനിമൊഴി. ബംഗാളിൽ BJP സർക്കാർ നാളെ. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. BJPയുടെ നിയമസഭാ കക്ഷി യോഗം തുടരുന്നു. മമതയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയെന്ന് തൃണമൂൽ. കൊച്ചിയിൽ ബഹുനില കെട്ടിടത്തിൽ യുവതിക്ക് ക്രൂരപീഡനം. ക്രൂരത ആൺ സുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി. 3 പ്രതികളിൽ 2 പേർ കസ്റ്റഡിയിൽ. യുവതി രക്ഷപ്പെട്ടത് ഫയർ ഗോവണിയിലൂടെ. അവയവദാനത്തിനായി വ്യാജരേഖാ നിർമ്മാണം. എറണാകുളത്ത് പോലീസിന്റെ വ്യാപക പരിശോധന. ഫോട്ടോസ്റ്റാറ്റ് കടയുടമകളെ ചോദ്യം ചെയ്തു. കൂടുതൽ പരിശോധനകൾക്കായി പോലീസ്. തിരുവനന്തപുരം കവടിയാറിൽ അമിത വേഗത്തിലെത്തിയ കാർ 4 വാഹനങ്ങളിൽ കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. ഫുട്പാത്തിലേക്ക് കയറിയ കാർ വഴിയാത്രക്കാരെയും ഇടിച്ചിട്ടു. അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. പട്ടാമ്പി വല്ലപ്പുഴയിൽ മിനി ലോറി മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ എണ്ണക്കപ്പൽ ആക്രമിച്ചതിന് ഇറാന് അമേരിക്കയുടെ തിരിച്ചടി. 2 ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം. സമാധാന ചർച്ചകൾ തുടരുമെന്ന് വീണ്ടും ട്രംപ്. ലോകത്ത് ആശങ്കയുയർത്തി ഹാൻഡ വൈറസ്. MV ഹോണ്ടിയൻസ് എന്ന ഡച്ച് കപ്പലിൽ വൈറസ് ബാധിച്ച് മരിച്ചത് 3 പേർ. ആകെ രോഗബാധ 11 പേർക്ക്. കപ്പലിൽ 2 ഇന്ത്യക്കാരും. രോഗം കൂടുതൽ പേരിലേക്ക് പകർന്നിട്ടുണ്ടോ എന്ന് ആശങ്ക. കോൺഗ്രസിൽ നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത്. AICC നിരീക്ഷകർക്കെതിരെ ഗുരുതര ആരോപണവുമായി VD സതീശൻ പക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രി സംബന്ധിച്ച ഹിതപരിശോധനയിൽ കൃത്രിമത്വം കാട്ടിയെന്നാണ് ആരോപണം. VD സതീശനെ അനുകൂലിച്ചവരുടെ അഭിപ്രായം ഹിതപരിശോധനയിൽ രേഖപ്പെടുത്തിയില്ലെന്ന് VD അനുകൂലികൾ ആരോപിക്കുന്നു. ഇതിനിടെ ഹിതപരിശോധനയിൽ താൻ പറഞ്ഞ അഭിപ്രായം രേഖപ്പെടുത്താത്തതിനെതിരെ ഉദുമയിലെ നിയുക്ത MLA K നീലകണ്ഠനും രംഗത്തെത്തി. രഹസ്യമായി പറഞ്ഞ കാര്യം പരസ്യമാക്കപ്പെട്ടതിനെതിരെ നീലകണ്ഠൻ AICCക്കും പരാതി നൽകി.
ഇപ്പോൾ നിങ്ങളൊരു രഹസ്യമായി കൊടുത്തൊരു സംഭവമാണ്, അതിപ്പോൾ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഈ പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ രഹസ്യമായ നമ്മളെ അഭിപ്രായം പറഞ്ഞു, അഭിപ്രായം രേഖപ്പെടുത്തി. ആ കൃത്യമായി നമ്മൾ പറഞ്ഞത് അവർക്കറിയുമല്ലോ. വാർത്തകൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് നമുക്ക് ഉത്തരവാദിയല്ലോ. ഇതിപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്? അല്ല, നമ്മളതിനകത്ത് കൃത്യമായി രാവിലെ കാസർഗോഡ് എത്തുമ്പോൾ സംഭവം പറഞ്ഞു. ഞാൻ കൃത്യമായി മുഗൾ വാർഷികനും അജയ് പരാതി കൊടുത്തു. ആ പരാതി അവരന്വേഷിക്കട്ടെ. അത് ഉത്തരവാദിത്തക്കുറവുണ്ടായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പൊതുയാത്ര പോലെ കാസർഗോഡിൽ നിന്നും പിടി സ്റ്റേഷൻ ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു തരംഗം തന്നെ ഉണ്ടായത് പറയാം. പുതുമ നമുക്ക് 25 വർഷത്തിന് അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ നിർദ്ദേശത്തിന് ഒരു അനുകൂലമായി തന്നെ നിലപാടെടുക്കാൻ ജനഹിതം മാനിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു. ജനഹിതമാണല്ലോ തീരുമാനമെടുക്കേണ്ടത്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞത്. ശരിക്കും ഇതിൽ കാണുന്നത് അത് ശരിയായ രീതിയിൽ അത് തന്നെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഇന്ത്യൻ എക്സ്പ്രസിൽ അങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ആ വാർത്ത വന്നു എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങോട്ട് പരാതി കൊടുക്കുകയും ചെയ്തു. ജനഹിതം അത് തന്നെയാണ്. പിന്നെ ജനഹിതമാണ്. ജനഹിതം അനുസരിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. വീഡിയോ KCO അതോ RCO? ഈ ചോദ്യമാണ് കോൺഗ്രസിന് ഉത്തരം കണ്ടെത്തേണ്ടത്. ഞായറാഴ്ച ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതാം. ഇന്നലത്തെ ഹിതപരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് AICCയുടെ പരിഗണനയിലാണ്. നിരീക്ഷകർ റിപ്പോർട്ട് കൈമാറുന്നു. ഇതിനിടയിലാണ് ഹിതപരിശോധന വലിയ വിവാദങ്ങളിലേക്ക് കിടക്കുന്നത്. വിശദമായി പരിശോധിക്കാം. BB അരുണുണ്ട്, ഒപ്പം KV ബൈജു, ഡാൻ കുര്യൻ. ആദ്യം അരുൺ, VD പക്ഷം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് ഹിതപരിശോധനയിൽ കൃത്രിമത്വം നടന്നു. VDക്ക് അനുകൂലമായി, VD സതീശൻ അനുകൂലമായി പറഞ്ഞവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. ഈ പരാതി എങ്ങനെ ഉന്നയിക്കാനാണ് അവരുടെ നീക്കം? കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാണ് നിയുക്ത MLA-മാരിൽ നിന്ന് AICCയുടെ നിരീക്ഷക സംഘം ഹിതപരിശോധന നടത്തിയത്. അതിനെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം ആ ഹിതപരിശോധന പങ്കെടുത്ത ഒരു നിയുക്ത MLA തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. താൻ രേഖപ്പെടുത്തിയ, താൻ നിർദ്ദേശിച്ച പേര് ഈ പട്ടികയിൽ പുറത്തു വന്ന ദേശീയ മാധ്യമം പുറത്തുവിട്ട ചിത്രത്തിൽ അതിലുൾപ്പെട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഗുരുതരമായ ആരോപണമാണ്. ഈ പുറത്തു വന്ന ആ ചിത്രത്തിൽ K നീലകണ്ഠൻ എന്ന ഉദുമ MLA-യുടെ പേരാണ് ആദ്യമുള്ളത്. തൊട്ട് താഴെ സന്ദീപ് വാര്യർ, തൃക്കരിപ്പൂർ MLA, KCക്ക് വേണ്ടി KC എന്നവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് KC, തൊട്ട് താഴെ TO മോഹനൻ KC, സണ്ണി ജോസഫ് KC, ഉഷ വിജയൻ KC, IC ബാലകൃഷ്ണൻ KC+RC, T സിദ്ദിഖ് KC തുടങ്ങിയ പേരുകളാണ്. K അബീദിന്റെ പേരൊക്കെ ഉണ്ടെങ്കിലും അത് ആർക്ക് വോട്ട് ചെയ്തു, അല്ല ആർക്ക് വേണ്ടി പേര് പറഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇതിൽ K നീലകണ്ഠന്റെ പേര് മാത്രമാണ്, ആ പേരിന്റെ എതിരെ മാത്രമാണ്, ആർക്ക് വേണ്ടിയാണ്, ആരെയാണ് പിന്തുണച്ചെന്ന കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു തരത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെതിരെയാണ് ഇപ്പോൾ നീലകണ്ഠൻ AICCക്ക് പരാതി നൽകിയിരിക്കുന്നത്. താൻ കൃത്യമായി തന്നെ പേര് പറഞ്ഞു, ആ പേര് പക്ഷേ രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച്, വിവരമനുസരിച്ച് നീലകണ്ഠൻ VD സതീശനെ പിന്തുണച്ച MLA-ആണ്. അങ്ങനെയാണെങ്കിൽ VD സതീശനെ പിന്തുണച്ച ആളുകളുടെ പേരുകൾ പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന വലിയ ആശങ്കയാണ് VD സതീശൻ ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്നത്. 35ഓളം MLA-മാർ VD സതീശനെ പിന്തുണച്ചു എന്ന സൂചനകളാണ്, അവകാശവാദമാണ് ഉള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ഒരു MLA-യുടെ പേര് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം രേഖപ്പെടുത്തിയ പേര് ഇതിൽ വന്നിട്ടില്ല. സ്വാഭാവികമായും AICC നിയോഗിച്ച ഈ നിരീക്ഷകരുടെ അവരുടെ വിശ്വാസ്യത, അവരുടെ സുതാര്യതയാണ്, ആ പ്രക്രിയയിലെ സുതാര്യത കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ആരുടെയൊക്കെ പേരാണ് മാർക്ക് ചെയ്യാതെ പോയിട്ടുള്ളത്, അത് VD സതീശനെ അനുകൂലിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേര് രേഖപ്പെടുത്താതെ പോയിട്ടുണ്ടോ, അത്തരം ഒരു ആശങ്കയാണ് VD ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് നീലകണ്ഠൻ തന്നെ, ഉദുമ MLA നീലകണ്ഠൻ തന്നെ ഇത്തരം ഒരു പരാതി AICCയെ അറിയിച്ചിരിക്കുന്നത്. താൻ കൃത്യമായി പേര് രേഖപ്പെടുത്തിയതാണ്. പിന്നെ എന്തുകൊണ്ട് ഈ പുറത്തു വന്ന ചിത്രം, ഇമേജ് ശരിയെങ്കിൽ, കൃത്യമാണെങ്കിൽ, അത് ഫാബ്രിക്കേറ്റ് അല്ലെങ്കിൽ തന്റെ വോട്ട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ തന്റെ പേര് രേഖപ്പെടുത്തിയില്ല, അവിടെ കൃത്രിമം നടത്തി എന്ന ആരോപണമാണ് നീലകണ്ഠൻ ഉന്നയിക്കുന്നത്. VD ക്യാമ്പും പൊതുവിൽ അത്തരമൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കൃത്യമായി ആ പേരുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. നേരത്തെ തന്നെ ദീപാദാസ് മുൻഷി, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെയും VD സതീശൻ പരാതി നൽകിയതാണ്. മുൻഷിയുടെ ക്യാമ്പ് ചെയ്ത് KC വേണുഗോപാലിന് കളമൊരുക്കാൻ ശ്രമം നടത്തുന്നു. അതുകൊണ്ട് ഈ
ഈ MLA-മാരുമായുള്ള 1-to-1 കൂടിക്കാഴ്ചയിൽ ദീപാദാസ് മുൻഷിയെ ഒഴിവാക്കണമെന്ന ആവശ്യം VD സതീശൻ ഇന്നലെയും നിരീക്ഷകർക്ക് മുമ്പാകെ വച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഹിതപരിശോധന നടന്നത്. അതുതന്നെ ഇത് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുള്ളെന്ന ആശങ്ക VD ക്യാമ്പിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ MLA-മാർ നിർദ്ദേശിച്ച പേര് MLA-മാർ രേഖപ്പെടുത്തിയ ആ പേരിൽ പോലും കൃത്രിമം നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ പേരുകൾ രേഖപ്പെടുത്തിയില്ല എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുതന്നെയാണ് ഉദുമ MLA നീലകണ്ഠനും നമ്മുടെ പ്രതിനിധി KV ബൈജുവിനോട് സംസാരിക്കുമ്പോഴും ആരോപിച്ചത്. യെസ്, അരുൺ തുടരുക. ഉദുമയിൽ നിന്നും KV ബൈജു തന്നെ നമുക്കൊപ്പം ഉണ്ട്. ബൈജു, നീലകണ്ഠൻ VD സതീശന് തന്നെയാണ് പിന്തുണ നൽകിയത് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ടോ? RC ക്യാമ്പ്, രമേശ് ചെന്നിത്തല ക്യാമ്പ് ഇപ്പോഴും വിശ്വസിക്കുന്നത് നീലകണ്ഠൻ തങ്ങളെ പിന്തുണച്ച് കാണുമെന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് നീലകണ്ഠൻ ഈ വിഷയത്തിൽ എന്തു പരാതി നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? സൈത ഓൺ റെക്കോർഡാണ് നമ്മൾ ഈ കണ്ടത്. അതായത് ഞാൻ കൃത്യമായി അതിൽ ചോദിക്കുന്നുണ്ട്, പൊതുയുഗ യാത്ര അത് വലിയ തോതിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ചത്. അങ്ങനെ VD സതീശൻ നയിച്ച ഒരു പട അത് വലിയ തോതിൽ തിളക്കമാർന്ന വിജയം നേടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ഒരു ചർച്ച നടക്കുന്നതിൽ എത്രത്തോളം കാര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ജനഹിതം അനുസരിച്ചുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവർ മുഖ്യമന്ത്രിയാകണമെന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടാതെ ഓഫ് റെക്കോർഡിലും നീലകണ്ഠനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം അതിൽ വ്യക്തത വരുത്തുന്നുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ അതിൽ നിന്നും പറ്റുന്നത് VD സതീശനെ കൃത്യമായി ഇദ്ദേഹം അതിൽ മാർക്ക് ചെയ്തു. പക്ഷേ അത് ബ്ലാങ്ക് ആയി വന്നു. അതാണ് നീലകണ്ഠനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അത്ഭുതപ്പെടുത്തുന്നതും അദ്ദേഹം തുറന്നു പറച്ചിലേക്ക് എത്തുന്നതും. എന്നാലും അദ്ദേഹം പറയുന്നത് ഈ കാര്യത്തിൽ AICCക്ക് പരാതി നൽകിയിട്ടുണ്ട്, ഇത് സംബന്ധിച്ച് മെയിൽ നൽകിയിട്ടുണ്ട്, അതോടൊപ്പം പ്രതിപക്ഷ നേതാവോടും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സന്ദീപ് വാര്യരോടതാണ്. കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം, തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിത്വം തന്നെ VD സതീശൻ ഇടപെട്ടാണ് ഈ സന്ദീപ് വാര്യരെ കൊണ്ടുവരുന്നതെന്ന് ഓർക്കണം. അപ്പോഴും സന്ദീപ് വാര്യർ KC വേണുഗോപാൽ പക്ഷമാണ്, അല്ലെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണം തരത്തിലാണ് ഇതിൽ രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും വലിയ തോതിലുള്ള ഒരു അതൃപ്തിക്ക് രണ്ട് വിഭാഗങ്ങളാവാനുള്ള ഒരു കാരണമായി മാറുന്നു. അതും മാത്രമല്ല, നീലകണ്ഠനെ നമുക്കറിയാം ഉദുമയിൽ 35 വർഷത്തിന് ശേഷമാണ് ആ മണ്ഡലം തന്നെ പിടിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായ നേരത്തെ തന്നെ വലിയ തോതിലുള്ള ഈ ഒരു പാരമ്പര്യം, ഈ പ്രവർത്തിച്ചുള്ള പാരമ്പര്യമുണ്ട്. അദ്ദേഹം അതിൽ വ്യക്തത കൃത്യമായി വരുത്തുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് താൻ രേഖപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അതിൽ നമുക്ക് പുറത്തു വരുന്ന ആ ചിത്രത്തിൽ അതിൽ ബ്ലാങ്ക് ആണ്. അതിൽ നീലകണ്ഠൻ ആർക്കാണ് അനുകൂലിച്ചതെന്ന് രേഖപ്പെടുത്താത്ത ഒരു സാഹചര്യമാണുള്ളത്. അതിൽ തന്നെ അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്, താൻ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പൊതുയോഗ യാത്ര പോലെ ഈ ഒരു ജനഹിതം VD സതീശന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ VD സതീശനാണെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ ഓൺ റെക്കോർഡിൽ ഓഫ് റെക്കോർഡിലും അദ്ദേഹം അത് കൃത്യമായി എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അത് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുമുണ്ട്. ഒരു പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് കൃത്യമായി വരും മണിക്കൂറുകളിൽ ഇതിലൊരു കൃത്യമായ തീരുമാനം വന്നില്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് വലിയ തോതിലുള്ള തുറന്നു പറച്ചിലേക്കൊക്കെ കാര്യങ്ങൾ വരാം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പോലുള്ളവർ ഇതിൽ പ്രതികരണം വരാനുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണവും വൈകാതെ വന്നേക്കാം. അദ്ദേഹം ഈ കാര്യത്തിൽ നേരത്തെ തന്നെ ചില സൂചനകളൊക്കെ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നേക്കാം. ഏതായാലും നീലകണ്ഠൻ ഈ കാര്യത്തിൽ കൃത്യമായ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളെ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നൊക്കെ വലിയ ചോദ്യമാണ് ഇതിൽ ഉയരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട്. മുഗൾ വാസനിക്കും അതുപോലെ തന്നെ അജയ് മാക്കനും പരാതി നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം പ്രതിപക്ഷ നേതാവിനോടും ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ടെന്നും നീലകണ്ഠൻ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. സൈത്ത്, യെസ്, എന്തായാലും നീലകണ്ഠന്റെ തുടർ നീക്കം, ഒപ്പം VD സതീശൻ ക്യാമ്പിന്റെ പരാതി. ഡാൻ കുര്യൻ കൂടിയുണ്ട്. ഡാൻ, എന്തായാലും ഈ ഇപ്പോൾ പുറത്തു വന്നത് ഒരു ഫ്രണ്ട് പേജാണ്. ഇതിനുള്ളിലും നിരവധി പേജുകളുണ്ട്. ആ പേജുകളിലും ഈ തരത്തിൽ സതീശനെ അനുകൂലിച്ചവരുടെ പേരുകൾ അവിടെ മാർക്ക് ചെയ്യാതെ പോയിട്ടുണ്ട്. ഇതാണ് VD സതീശൻ്റെ പക്ഷത്തിൻ്റെ പരാതി. യഥാർത്ഥത്തിൽ ഇത് ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ഈ ആക്ഷേപം എത്തിയിരിക്കുകയാണ്. ഇതിലെന്താണ് നീക്കം? കാരണം ഒരു വശത്ത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണം, ഇതിനിടയിലാണ് ഹിതപരിശോധന മറ്റൊരു വിവാദത്തിലേക്ക് പോകുന്നത്. ഇതിൽ അവസാന തീരുമാനം എവിടെ നിന്നുണ്ടാവണം? എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? ഒടുവിൽ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അജയ് മക്കനും അതോടൊപ്പം മുഗൾ വാസ്നിക്കും ഈ പുറത്തു വന്നിരിക്കുന്ന പട്ടികയുമായി ബന്ധപ്പെട്ട ചിത്രം ഫാബ്രിക്കേറ്റഡ് ആണ് എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ഹൈലി കോൺഫിഡൻഷ്യലായി തന്നെ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്, മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ബോധപൂർവമായ നീക്കമാണ് ഈ ചിത്രം പുറത്തുവിട്ടതിലൂടെ നടക്കുന്നത്. അതിൽ ഒരു സുതാര്യതയില്ലായ്മയുണ്ട് എന്ന നിലപാടിലാണ് അവർ ഈ ചിത്രം
തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന യഥാർത്ഥ പട്ടികയിലെ വിവരങ്ങളല്ല അത് എന്നാണ് ഇപ്പോൾ അജയ് മക്കൻ പരസ്യമായി തന്നെ നിലപാടെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനി അതിന്മേൽ പരാതി ഉന്നയിക്കുന്നതിൽ ഒരു അടിസ്ഥാനമുണ്ടാകുകയില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നടപടിക്രമങ്ങളുമായി അവർ മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് വൈകുന്നേരമോ നാളെയോ പ്രധാനപ്പെട്ട നേതാക്കളോട് ഡൽഹിയിലെത്താൻ തയ്യാറെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ 11:30 KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തതാണ്. പക്ഷേ പിന്നീട് അല്പസമയം കൂടി അദ്ദേഹം അത് നീട്ടിവെക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയും ഡൽഹിയിലെത്തും. അതിനുശേഷം മല്ലികാർജ്ജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും അവർ വെവ്വേറെയും ഒരുമിച്ചിരുന്നുമുള്ള കൂടിക്കാഴ്ചകൾ നടക്കും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരളം കാത്തിരിക്കുന്ന നിർണായകമായ ചോദ്യത്തിനുള്ള ഉത്തരം നാളെ കഴിഞ്ഞ് വൈകുന്നേരം 3 മണിക്ക് തന്നെ ഡൽഹിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെയാകും ആ തീരുമാനത്തിലേക്ക് എത്തുക. ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്കുള്ള സാധ്യതകളാണ് ഹൈക്കമാൻഡ് നോക്കുന്നത്. കാരണം 3 പേരും മുമ്പോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ തള്ളിക്കളയാനാവുന്നതല്ല നേതൃത്വത്തിന് മുമ്പിൽ. കാരണം അവരുടെ 3 പേരുടെയും തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഇടപെടലുകൾ സംബന്ധിച്ചും ഹൈക്കമാൻഡിന് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഒരാളെയും കുറച്ചു കാണാനാവില്ല എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയെ തർക്കപരിഹാരത്തിനായി നേതാക്കളുമായി ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായി സംസാരിപ്പിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാകും. അതിനുശേഷം സോണിയാഗാന്ധി എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ നിർണായകമായി മാറുക. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ഡൽഹിയിലെ 10 ജൻപത് വസതിയിൽ നിന്നൊരു നിർണായകമായ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. അടുത്ത മുഖ്യമന്ത്രി ആര്? പക്ഷേ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്ന് മാത്രമല്ല, കോൺഗ്രസിൽ ഹൈക്കമാൻഡ് തന്നെ ഈ തരത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ആക്ഷേപങ്ങൾ പല രീതിയിലുണ്ട്. അപ്പോൾ തീരുമാനം എങ്ങനെ ഉണ്ടാകുമെന്ന് കാത്തറിഞ്ഞ് കാണേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കേരളത്തിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെ റിപ്പോർട്ട് AICC നിരീക്ഷകർ ഹൈക്കമാൻഡ് കൈമാറിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ AICC അധ്യക്ഷൻ തീരുമാനമെടുക്കുമെന്ന് നിരീക്ഷകരായ അജയ് മാക്കനും ഒപ്പം മുകുൾ വാസനിക്കും അറിയിച്ചു. Days, whatever hours we had, we have fully utilized that, and we have submitted our report to the Congress President. A resolution has been passed. One-line resolution has been passed by the entire CLP unanimously, authorizing the Congress leadership to select the CLP leader. And that resolution, copy of that resolution also has been handed over. After that, we had held one-to-one discussions with individual MLAs, and whatever they have said, we noted it down. It is not only the names. Many people had many things to say. We have noted it down and we have submitted it to the High Court. Sir, when we can expect the declaration? ऐसा है, as far as the declaration is concerned, as I said, we haven't wasted even a single minute after 4th. So be rest assured, we are as eager to finish it off as soon as possible. Thank you. എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടാകുമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. തന്റെ പിന്തുണ KC വേണുഗോപാലിന് മാത്രമെന്ന പ്രചരണം തള്ളിയും സണ്ണി ജോസഫ് രംഗത്തു വന്നു. വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം തെരുവിൽ നടക്കുന്നത്. സണ്ണി ജോസഫ് ഇക്കാര്യങ്ങളാണ് ന്യൂസ് 8നോട് പറഞ്ഞത്. സ്ഥാനത്തേക്ക് വരുമ്പം ആഗ്രഹം ഉണ്ടാവും, പിന്നെ അവരാകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റുള്ളവരുണ്ടാകും, സ്വയം ആഗ്രഹം ഉണ്ടാകും, അവകാശവാദങ്ങളുണ്ടാകും. അതെല്ലാം പരിഗണിച്ചിട്ട് തീരുമാനം. KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അങ്ങ് ആണ് ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അങ്ങയുടെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ്, ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കലും ഉത്തരം പറയാറില്ല. എനിക്ക് ആ തീരുമാനം എടുക്കാനുള്ള അർഹതയും യോഗ്യതയും ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കമാൻഡിലേക്ക് ആ തീരുമാനം ഗോള് പാസ് ചെയ്ത് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞു. ഇന്നലെ യുനാനിമസ് റെസൊല്യൂഷൻ എടുത്തില്ല, ഞാൻ തന്നെ മൂവ് ചെയ്ത് പ്രതിപക്ഷ നേതാവ് പിന്തുണച്ച യുനാനിമസ് റെസൊല്യൂഷനാണ് അവർക്ക് വിട്ടിരിക്കുന്നത്. അപ്പൊ അവരും ഈ വലിയൊരു ഭാരം ഏൽക്കണ്ടേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവർ 1-2 പേര് കൂടിയിരുന്ന്, ഖാർഗെജിയുണ്ട്, രാഹുൽജിയുണ്ട്, അവർ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. അവര് ദേ ആർ മോർ എക്സ്പീരിയൻസ്ഡ്. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നല്ല അനുഭവ സമ്പത്തുണ്ട്. അവരുടെ വാക്കുകൾക്ക് കൂടുതൽ സ്വീകാര്യതയുണ്ട്. അവർ നല്ല തീരുമാനം എടുക്കും, ഉചിതമായ തീരുമാനം. ഞാനങ്ങനെ പ്രത്യേകിച്ച് പിന്തുണ പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും സാധ്യതകളും എല്ലാവരുടെയും സാഹചര്യങ്ങളും ഞാനൊന്ന് വിശകലനം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തെ ഒരു പേരിലും പ്രത്യേകമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല. ഏത് പേര് വന്നാലും ഹൈക്കമാൻഡ് പറയുന്ന ഏത് പേരിനും ഞാൻ സ്വീകരിക്കും. കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം പുറത്തു വരികയാണ്. ഫ്ലെക്സിന്റെ വലിപ്പം നോക്കിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്ന് K മുരളീധരൻ പറയുന്നു. ജനഹിതമനുസരിച്ചായിരിക്കും തീരുമാനം. താൻ ഉദ്ദേശിച്ച ആൾ അല്ല വരുന്നതെങ്കിലും പിന്തുണച്ചത്
ആരെയെന്ന് അറിയിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ഫ്ലക്സിന്റെ വലിപ്പം നോക്കിയിട്ടല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അത് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ചേ നടക്കും. തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഹൈക്കമാൻഡിന് ഒരു ഓപ്പൺ മൈൻഡാണുള്ളത്. തീരുമാനം വരട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അത് ഫൈനൽ ഡിസിഷൻ വന്നതിന് ശേഷം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളോട് പറയാം. അപ്പം ഞാൻ ഉദ്ദേശിച്ച ആളല്ല വന്നതെങ്കിൽ പോലും ഞാൻ ആരെ പിന്തുണച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. പക്ഷേ ഇപ്പോഴത് പറയേണ്ട നേരമായില്ല. KC വേണുഗോപാലിനുള്ള പിന്തുണ തള്ളാതെയാണ് സന്ദീപ് വാര്യർ ഇന്ന് രംഗത്ത് വന്നത്. മുകുൾ വാസനിക്കിന്റെ കയ്യിലുള്ള പട്ടികയിലുള്ള ചിത്രം പുറത്തു വന്നത് താൻ കണ്ടിട്ടില്ല. ആർക്കാണ് പിന്തുണ എന്നത് പുറത്തു പറയാനില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ VD സതീശനെ അനുകൂലിച്ച് ഇന്ന് പ്രകടനം നടത്തി. വിദേശത്തടക്കം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് അനുഭാവികൾ പ്രകടനം നടത്തി. പരസ്യ പ്രതികരണം പാടില്ലെന്ന KPCCയുടെ നിർദ്ദേശം മറികടന്നാണ് പലയിടങ്ങളിലും VD സതീശനെ അനുകൂലിച്ച് പ്രകടനം നടക്കുന്നത്. KC വേണുഗോപാലിന്റെ ഫ്ലെക്സിന് നേർക്ക് പലയിടങ്ങളിലും കരിയോയിൽ പ്രയോഗവും നടക്കുന്നുണ്ട്. VD സതീശനെ അനുകൂലിച്ച് തൊടുപുഴയിൽ ഇന്നലെ 100-ലധികം പേർ പങ്കെടുത്ത വലിയ പ്രകടനമാണ് നടന്നത്. ഈ പ്രകടനം നടത്തിയവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ DCC നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഇരിക്കൂറിലും VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനം നടക്കുമെന്ന് അറിയിക്കുന്നു. ഇതിനിടയിൽ കോട്ടയത്ത് മറ്റൊരു നാടകീയ ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. VD സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോട്ടയം കുറുപ്പത്തറ കവലയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഫ്രാൻസ് എന്ന പ്രവർത്തകനാണ് ഈ പ്രതിഷേധം നടത്തിയത്. പോലീസ് എത്തി പിന്നീട് പിന്തിരിപ്പിക്കും. മലപ്പുറത്തെ വണ്ടൂരിൽ AP അനിൽകുമാറിനെതിരെ പോസ്റ്ററുകൾ. KC വേണുഗോപാലിന്റെ ഗ്രൂപ്പ് മാനേജർ എന്നാണ് പോസ്റ്ററുകളിലെ ആക്ഷേപം. ലീഗിനെ ചൊറിയാൻ വന്നാൽ മലപ്പുറത്ത് കാല് കുത്തിക്കില്ലെന്നും പച്ചപ്പടയുടെ പേരിൽ പതിച്ചിട്ടുള്ള പോസ്റ്ററുകളിൽ പറയും. VD സതീശൻ അനുകൂല പ്രകടനത്തിൽ തൊടുപുഴയിൽ 4 പേർക്കെതിരെ നടപടിയുമായി ഇടുക്കി DCC. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പരസ്യമായി പ്രകടനം നടത്തിയതിനാണ് നടപടി. DCC ജനറൽ സെക്രട്ടറി VE താജുദ്ദീൻ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജോയ് മൈലാടി, റോബിൻ മൈലാടി എന്നിവരെ പദവികളിൽ നിന്ന് നീക്കം ചെയ്തതായി DCC പ്രസിഡന്റ് CP മാത്യു. PK ശശിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ KS ജയഘോഷ് രംഗത്ത് വന്നു. PK ശശിയുടെ വീട് നിൽക്കുന്ന ബൂത്തിൽ പോലും BJPക്ക് വോട്ട് കൂടി. വോട്ട് കുറഞ്ഞ പ്രശ്നമുണ്ടെങ്കിൽ മുന്നണിയുടെ ഫോറത്തിലാണ് പറയേണ്ടത്, മാധ്യമങ്ങൾക്ക് മുന്നിലല്ല കോൺഗ്രസിനെതിരെ പറയേണ്ടത്. രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട പ്രവർത്തകരെ വില കുറച്ച് കാണരുതെന്നും ജയഘോഷ് പറഞ്ഞു. പ്രിയങ്കരനായ ഒറ്റപ്പാലത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയോട് പറയുവാനുള്ളത്, അതിനെക്കുറിച്ച് അദ്ദേഹം കൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തിലെ ബൂത്ത് കരിമ്പുഴ പഞ്ചായത്തിലെ 5, 6, 7, 8 ബൂത്തുകളാണ് അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തിലെ ബൂത്തുകൾ. ആ ബൂത്തുകളിൽ കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പിനേക്കാൾ BJPക്ക് കുറച്ച് വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാൻ ഒരു അന്വേഷണ കമ്മീഷൻ്റെയും സഹായമില്ലാതെ അദ്ദേഹത്തിന് തന്നെ സാധിക്കും. അത് പരിശോധിക്കാൻ അദ്ദേഹം തയ്യാറാകണം. CPM സംസ്ഥാന നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും വിമർശനം. പിണറായി ശൈലി മാറ്റണമെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിലപാടെടുത്തു. അഴിമതിയില്ലെങ്കിലും സ്വജനപക്ഷപാതമുണ്ട്. വിമർശനങ്ങൾ പിണറായി ക്ഷമയോടെ കേട്ടിരുന്നു. MV ഗോവിന്ദന് നേരെയും കടുത്ത വിമർശനമുണ്ടായി. ചോദ്യങ്ങൾക്ക് ജാഗ്രതയോടെ മറുപടി പറയണമെന്നായിരുന്നു നിർദ്ദേശം. PV അരുൺ ചേരുന്നു. അരുൺ, മുഖ്യമന്ത്രിക്കെതിരെ ഒരുപക്ഷെ CPM നേതൃയോഗത്തിൽ നേരിട്ട് വിമർശനമുണ്ടാകുന്നത് സമീപകാലത്തെങ്കിലും ഇതാദ്യമായിരിക്കും. എന്താണ് CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നത്? വിശദമായ ചർച്ചകളാണോ ഉണ്ടായത്?
മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയാണ് പ്രധാന വിമർശനം ഉയർന്നു വന്നത്. മാത്രമല്ല, സർക്കാരിൽ അഴിമതിയില്ലെങ്കിൽ പോലും സ്വജനപക്ഷപാതമുണ്ടെന്ന അഭിപ്രായം ചില അംഗങ്ങൾ പ്രകടിപ്പിച്ചു. അതെല്ലാമാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം. പിണറായി ശൈലി മാറ്റണം. നേരത്തെ ആ ശൈലി മാറ്റം ആവശ്യം ഉയർന്ന CPI പോലുള്ള ഘടകകക്ഷികളിൽ നിന്നാണ്. പക്ഷേ ഇപ്പോൾ CPI ൽ നിന്നും അത്തരം ആവശ്യം ഉയർന്നു വരുന്നു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ ശൈലി പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിക്കും അതൊരു കാരണമായോ എന്ന് പരിശോധിക്കണമെന്നാണ് സെക്രട്ടറി യോഗത്തിൽ ആവശ്യമുയർന്നത്. വിമർശനങ്ങൾ മുഖ്യമന്ത്രി കേട്ടിരുന്നു. ഇതിനെ ഇടതുമുന്നണി യോഗത്തിലും അദ്ദേഹം തനിക്കെതിരായ വിമർശനങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ താൻ ഏറ്റെടുക്കുന്നു, ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന ആവശ്യം അദ്ദേഹം പറഞ്ഞിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിലും പിണറായിക്കെതിരെ വിമർശനം ഉയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ചോദ്യങ്ങൾക്ക് ജാഗ്രതയോടെ മറുപടി പറയണം. പലപ്പോഴും പാർട്ടി സെക്രട്ടറിയുടെ പരാമർശങ്ങൾ, പാർട്ടി സെക്രട്ടറിയുടെ പ്രസംഗങ്ങൾ പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ ജാഗ്രതയോടുകൂടി മറുപടി പറയണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നത്. കണ്ണൂരിലെ പ്രാദേശിക എതിർപ്പ് തിരിച്ചറിയാൻ കഴിയാതെ പോയതും വലിയ വീഴ്ചയെന്ന വിമർശനമുണ്ടായി. MV ഗോവിന്ദന്റെ ഭാര്യ കൂടിയായ സ്ഥാനാർത്ഥിയുടെ PK ശ്യാമളെ സ്ഥാനാർത്ഥിയാക്കിയതാണ് ആ ഒരു തിരിച്ചടി കാരണമെന്ന്. പക്ഷേ അങ്ങനെ പറയാതെയാണ് ഗോവിന്ദനെതിരെ ആ വിമർശനം ഉണ്ടായത്. പാർട്ടി സെക്രട്ടറി മാറണമെന്ന അഭിപ്രായം അതിശക്തമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും സെക്രട്ടറിക്കെതിരെ വിമർശനമുണ്ടായത്. പാർട്ടിയുടെ ശൈലിയും മാറണം. ഈ ചർച്ചകളാണ് പ്രധാനമായും CPM-ന്റെ ശക്തിയായി, ഉൾപാർട്ടി ചർച്ചകളാണ് CPM-ന്റെ ശക്തിയായി എപ്പോഴും എടുത്തുകാട്ടുള്ളത്. പക്ഷേ ആ ചർച്ചകൾ പ്രഹസനമായി മാറുന്നു. ചർച്ചകളുടെ ശൈലി മാറ്റണം. അംഗങ്ങൾക്ക് സമയപരിധിയില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം വേണമെന്ന ആവശ്യം സെക്രട്ടറി യോഗത്തിൽ ഉയർന്നു വന്നു. നിശ്ചിത സമയം വെച്ച് ചർച്ച അവസാനിപ്പിക്കുന്ന പതിവ് ഇനി അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു പല സെക്രട്ടറി അംഗങ്ങളും ഉന്നയിച്ച ആവശ്യം. അതിനെ തുടർന്നാണ് MA ബേബി ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് 13 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നത്. കഴിഞ്ഞ സെക്രട്ടറി യോഗത്തിൽ അസാധാരണമായി രാവിലെ 10 മണിക്ക് ആരംഭിച്ച യോഗം 11 മണിയോടുകൂടിയാണ് പിരിഞ്ഞത്. മുഖ്യമന്ത്രി 9:30-10 മണിയാകും മുഖ്യമന്ത്രി തിരികെ പോയെങ്കിലും അതിനുശേഷവും ചർച്ച തുടർന്നു. ഈ കീഴ്ഘടകങ്ങൾ ചർച്ച നടക്കുമ്പോഴും ഇത്തരത്തിൽ സമയപരിധിയില്ലാതെ ചർച്ചയ്ക്ക് അവസരം നൽകണം. പരമാവധി അംഗങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം. നിർഭയമായും സ്വതന്ത്രമായും അവസരം പറയാൻ അനുവാദം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ സെക്രട്ടറി യോഗത്തിൽ ഉയർന്നു വന്നു. ഏതായാലും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും രൂക്ഷ വിമർശനം സെക്രട്ടറി യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ൽ ഗുരുതരമായ വിമർശനങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ അടക്കം അതിശക്തമായ വിമർശനമാണ് ഉയർന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വിശദമായ ചർച്ചകൾ ഇന്നലെ നടന്ന ചർച്ചയിൽ. CPM നിർദ്ദേശം മറികടന്ന് കണ്ണൂരിൽ വീണ്ടും P ജയരാജനെ പിന്തുണച്ച് ഫ്ലെക്സ് ബോർഡുകൾ. ഇവർ നയിക്കട്ടെ, ഇവരാണ് ഉത്തമം എന്ന വാചകത്തോടെ P ജയരാജന്റെയും M സ്വരാജിന്റെയും ചിത്രം ഉൾപ്പെടുത്തിയാണ് ഫ്ലെക്സ് ബോർഡുകൾ. പാർട്ടിയെ സ്നേഹിക്കുന്ന നേതാക്കളെയാണ് പാർട്ടിക്ക് വേണ്ടത്. ആവശ്യങ്ങൾക്ക് പാർട്ടിയെ ഉപയോഗിക്കുന്ന നേതാക്കളെയല്ല വേണ്ടതെന്നും ബ്ലാത്തൂർ സഖാക്കൾ എന്ന പേരിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിൽ പറഞ്ഞു. കണ്ണൂർ പയ്യന്നൂരിൽ CPM ഏരിയ കമ്മിറ്റി നേതാക്കൾക്കെതിരെ വ്യാപകമായ പോസ്റ്റർ. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നത് ഏരിയ നേതാക്കളെന്നാണ് ആക്ഷേപം. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് പാർട്ടിയെ രക്ഷിക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. ഏരിയ സെക്രട്ടറി P സന്തോഷിന്റെയും മുൻ MLA C കൃഷ്ണൻ, DYFI നേതാവ് സരിൻ ശശി എന്നിവരുടെ പേര് എടുത്തു പറഞ്ഞുമാണ് പോസ്റ്റർ. തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അപ്രതീക്ഷിതമെന്ന് EP ജയരാജൻ. ബൂർഷ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ പാളിച്ച സംഭവിക്കാം. പാളിച്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള കരുത്ത് പാർട്ടിക്കുണ്ടെന്നും ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ പറ്റാമെന്നും EP ജയരാജൻ കുറിച്ചു. തികച്ചും അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്. കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു വലിയ മാറ്റം, വലിയ പുരോഗതി, അത്ഭുതാവഹമായ വളർച്ച നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതിൽ കഴിഞ്ഞ 10 വർഷം വളരെയധികം വളർച്ചയുണ്ടായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ സർവ്വതോന്മുഖമായ മേഖലയിൽ ഒരു വൻ പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ആ ഗവൺമെൻറ് വീണ്ടും ജനങ്ങളോട് അഭ്യർത്ഥിച്ചാൽ, തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചാൽ സാമാന്യഗതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിധിയുണ്ടായത്. ഇവിടെ UDF 102 സീറ്റ് നേടി. ഇന്ന് അനിശ്ചിതത്വത്തിലല്ലേ? ഒരു മുഖ്യമന്ത്രിയെ അന്വേഷിച്ച് നടക്കുകയല്ലേ? ഗ്രൂപ്പ് തിരിഞ്ഞ് മുഖ്യമന്ത്രി ഉണ്ടാവുകയല്ലേ? 102 പേര് ജയിച്ചു വന്നൊരു UDFൻ്റെ മുന്നണിക്ക് ആ 102 പേരിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കാനില്ലേ? എവിടെ എത്തിയിരിക്കുക കോൺഗ്രസ് പാർട്ടിയും UDFും? അത്യന്തം തകർച്ചയിലാണ്. ഈ തകർച്ച കേരള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും.
പല വ്യതിയാനങ്ങളും ഉണ്ടാക്കും. ഇത് വലതുപക്ഷ ശക്തികൾക്ക് കൂടുതൽ കരുത്തുണ്ടാക്കും. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സമ്മർദ്ദ രാഷ്ട്രീയം ചെലുത്തുന്നുവെന്ന് കെ സുരേന്ദ്രൻ. അടുത്ത 5 വർഷം എന്ത് എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് അജണ്ട സൃഷ്ടിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. നേരത്തെ മുതലേ നമ്മൾ പറഞ്ഞു കേട്ടത് UDF അധികാരത്തിൽ വന്നാൽ നിയന്ത്രണം മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കുമൊക്കെ ആയിരിക്കും. ഇത് വലിയ ചർച്ചയായതാണ് കേരളത്തിൽ. തുടക്കത്തിലെ കാണുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും, അങ്ങനെയാണ് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത്. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ ഈ സമ്മർദ്ദ രാഷ്ട്രീയം പൊതുസമൂഹത്തിനാകെ നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസിന് ആര് നേതാവായാലും ഇവിടെ ആര് മുഖ്യമന്ത്രിയായാലും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം മുഴുവൻ തീരുമാനിക്കപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാർ റൂമിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ വഴങ്ങോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ വഴങ്ങിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ, തുടക്കത്തിലെ ഇതാണ് നടക്കുന്നതെങ്കിൽ 5 വർഷം എന്തായിരിക്കുമെന്നുള്ള ആശങ്കയാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. സർക്കാർ വരും മുമ്പ് തന്നെ സ്ഥലം മാറ്റത്തിന് കത്ത് നൽകി NGO അസോസിയേഷൻ. ട്രഷറി ഡിപ്പാർട്ട്മെന്റിലെ സ്ഥലം മാറ്റത്തിനാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലെറ്റർ പാഡിൽ കത്ത് നൽകിയത്. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കത്ത് നൽകിയതിൽ ചട്ടവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് NGO അസോസിയേഷന്റെ പ്രതികരണം. ആരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ സ്ഥലം മാറ്റത്തിന് ശുപാർശയില്ല എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനാകാതെ വിജയുടെ പാർട്ടി TVK കേവല ഭൂരിപക്ഷം തെളിയിച്ച ശേഷമേ സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. DMK AIDMK സഖ്യസാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ജനവിധി അംഗീകരിക്കണമെന്ന കനിമൊഴിയുടെ നിലപാട് DMK AIDMK സഖ്യ നീക്കത്തിന് വെല്ലുവിളിയാണ്. People's mandate, and in the democracy I think what the people decide is supreme. Unfortunately it's not a very clear mandate, but whatever it is, we have to respect it. It is a speculation. I belong to the DMK. I cannot be answering for what the ADMK says. If they accuse us, we can of something, or if they say something about the DMK, I can reply. But I cannot answer to speculations. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ? എന്താണ് തമിഴക രാഷ്ട്രീയത്തിൽ നടക്കുന്നത്? ഇടതു പാർട്ടികളുടെ പിന്തുണയടക്കം ഉള്ള തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. CB അനുമോദ് ചെന്നൈയിലുണ്ട്. അനുമോദ്, തമിഴകം, നമ്മുടെ അയൽ സംസ്ഥാനത്തെ മാറ്റങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധയോടെയാണ് മലയാളികളടക്കം വീക്ഷിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിൽ TVK ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ഇടതു പാർട്ടികളുടെ അടക്കം പിന്തുണ തേടി ഇന്ന് തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ബദൽ ഒരു മറുനീക്കം ഉണ്ടാവുന്നത്. എന്താണ് തമിഴകത്ത് നടക്കുന്നത്? ഈ ബദൽ നീക്കം എത്ര കണ്ട് അതിന് സാധ്യതയുണ്ട്? സജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയ് ഇന്നത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ, അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ചെന്നൈയിലെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുൻപിലാണ്. ഇവിടെ നിർണായകമായ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ്ക്ക് പിന്തുണ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാനാകുന്നത്. ഇതോടൊപ്പം തന്നെ CPIയുടെ ഓഫീസും ഇതിനടുത്താണ്. അവിടെയും ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. വൈകുന്നേരത്തോടെ CPMന്റെയും CPIയുടെയും പിന്തുണ സംബന്ധിച്ചുള്ള തീരുമാനം വരും. അതിനുശേഷം VCK നേതാവ് തിരുമാവളവൻ ഓൺലൈനായിട്ട് പാർട്ടി യോഗം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനം, ഇടത് കക്ഷികളുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം പ്രഖ്യാപിക്കാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഈ 3 കക്ഷികളുടെ പിന്തുണ ലഭിച്ചാൽ 6 MLA-മാരാണ് ഇവർക്കുള്ളത്. ആ 6 MLA-മാരുടെ പിന്തുണ ലഭിച്ചാൽ വിജയ്ക്ക് അനായാസം ഭരണത്തിലെത്താൻ സാധിക്കും, സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും. പക്ഷേ അതിൽ ഇടത് പാർട്ടികളും അതേപോലെ തിരുമാവളവന്റെ പാർട്ടിയും എടുക്കുന്ന തീരുമാനം എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകുന്നേരം, ഇത് ഒരുപക്ഷെ രാത്രിയോടെ ആയിരിക്കും അത് ഒരു വ്യക്തത കൈവരിക. അങ്ങനെ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ DMK നിലവിൽ തന്നെ വിജയ് ഭരിക്കട്ടെ എന്നൊരു നിലപാട് സ്റ്റാലിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 6 മാസം അദ്ദേഹം എന്ത് ചെയ്യുന്നത് കാണട്ടെ എന്ന തരത്തിലാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. DMKയുടെ ഉറ്റ കക്ഷികളാണ് ഈ 3 പേരും. സ്വാഭാവികമായിട്ടും DMKയുടെ അനുവാദത്തോടെ തന്നെയായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ DMKയുടെ ഒരു നിയന്ത്രണത്തോടെ
ഭൂരിപക്ഷത്തോടെ വിജയ് ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഇനി രണ്ടാമതൊരു കാര്യം DMK ADMK സഖ്യ സാധ്യതയാണ്. പക്ഷേ അവിടെയും പ്രധാനമാകുന്നത് ചെറു പാർട്ടികളുടെ തീരുമാനമാണ്. അതായത് ADMKയുടെയും ADMKയുടെയും സഖ്യത്തിലുള്ള മറ്റ് ചെറുകക്ഷികളുടെ തീരുമാനത്തിലാണ്. DMK ADMK ഒരുമിക്കുമ്പോൾ ഒരിക്കലും തിരുമാവളവന്റെ പാർട്ടിക്ക് പട്ടാളി മക്കൾ കക്ഷികളുമായി പാർട്ടിയോട് കൈകോർക്കാനാകില്ല. DMKക്ക് നിലവിൽ 4 സീറ്റുണ്ട്. അവർ പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 118 എന്ന നമ്പറിലേക്ക് അവർക്ക് എത്താൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും BJPയും ADMKയുടെ കൂടെയുള്ളതുകൊണ്ട് 5 പേർ പിൻവാങ്ങുന്നതോടെ 118 എന്ന സംഖ്യയിലേക്ക് എത്താൻ കഴിയാത്ത സാധ്യത വരും. DMKയും ADMKയും മാത്രം ഒരുമിച്ച് കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സാധ്യതകൾ എത്രമാത്രം ഉണ്ട് എന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. പ്രത്യേകിച്ച് അവരുടെ സഖ്യകക്ഷികൾ ഒരിക്കലും കൈ കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആശയങ്ങൾ പുലർത്തുന്നവരായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സഖ്യസാധ്യത വളരെ വിദൂരമാണ്. ഇനി മൂന്നാമതൊരു കാര്യം നടക്കുന്നത് നിയമപരമായിട്ട് ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വിജയ് തന്റെ പാർട്ടിയിലുള്ള നിയമജ്ഞരുമായിട്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റകക്ഷി എന്ന നിലയിൽ തന്നെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്ന കാര്യം കാണിച്ച് കോടതിയെ സമീപിക്കാനുള്ള ആലോചനകളും പുരോഗമിക്കുന്നുണ്ട്. എന്ന് തന്നെയാണെങ്കിലും അനിശ്ചിതത്വവും നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഇലക്ഷന് ശേഷവും തമിഴ്നാട്ടിൽ. വിജയ് ഭരണത്തിലേറുമോ ഇല്ലയോ എന്നതറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും. എന്നാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPMന്റെയും CPIയുടെയും നിലപാട് ഇന്ന് വൈകുന്നേരത്തോടെ അറിയാനാകും. അതിനുശേഷം തിരുമാവളവന്റെ പാർട്ടിയുടെ നിലപാടും വ്യക്തമാകും. അത് വിജയ്ക്ക് അനുകൂലമാണെങ്കിൽ ഇവിടെ അടുത്ത ദിവസം തന്നെ വിജയ് ഭരണത്തിലേറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. DMK ADMK അത് വെറും സ്പെക്യുലേഷനാണ്, അഭ്യൂഹമാണെന്ന തരത്തിൽ നേതൃത്വം തന്നെ ആ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അത്തരത്തിലൊരു കൈകോർക്കലുള്ള സാധ്യതകൾ വിദൂരമാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. എന്തായാലും ഇടതു പാർട്ടികളുടെ തീരുമാനം ഇന്ന് വൈകിട്ടത്തോടുകൂടി തന്നെ അറിയാം. ഇതോടുകൂടി വ്യക്തമാക്കപ്പെടും കേവല ഭൂരിപക്ഷം തികയ്ക്കുമോ TVക്ക്. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെയാണ് നടക്കുന്നത്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സ്ഥാനമേക്കും. മമതാ ബാനർജി രാജിവെക്കാൻ കൂട്ടാക്കത്തതിന് പിന്നാലെ ഗവർണർ ആർ.എൻ. രവി ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, സുവേന്ദു അധികാരിയുടെ PA വെടിയേറ്റു മരിച്ച പോലെയുള്ള സങ്കീർണമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് സർക്കാർ രൂപീകരണം. എന്താണ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ആശയക്കുഴപ്പം BJP ക്യാമ്പിലുണ്ടോ? നാളെ എപ്പോഴാണ് സത്യപ്രതിജ്ഞ നടക്കുക? സജിത്ത്, BJP ക്യാമ്പിൽ ഒരു തരത്തിലുമുള്ള ആശയക്കുഴപ്പവുമില്ല. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത MLAമാരുടെ യോഗം നടക്കുന്നത്. ഈ യോഗം നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും. സുവേന്ദു അധികാരി തന്നെയായിരിക്കും പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുക്കുക എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ആരൊക്കെയാകും മന്ത്രിമാർ എന്നത് സംബന്ധിച്ചും ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെടുത്ത് പറയേണ്ടത് ദിലീപ് ഘോഷും അഗ്നിമിത്ര പോളും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യും എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിസിത് പ്രാമാണിക്, അർജുൻ സിംഗ്, രൂപ ഗാംഗുലി തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പേരുകൾ കൂടി മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പശ്ചിമബംഗാളിൽ വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച സംഭവമായിരുന്നു ആർജിക്കർ ആശുപത്രിയിൽ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം. ആ ഡോക്ടറുടെ മാതാവ് രത്ന ദേവനാഥ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുകയും അങ്ങനെ മന്ത്രിസഭയിലേക്ക് എത്തുകയും ചെയ്യും എന്ന സൂചനകൾ ആണ് ലഭിക്കുന്നത്. ഭാരത് സേവാശ്രമ സംഘത്തിൽ നിന്നുള്ള നേതാവ് കൂടിയായിട്ടുള്ള ഉത്പൽ മഹാരാജവിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും എന്നാണ് അറിയുന്നത്. അതായത് ഈ സമകാലികമായ പശ്ചിമബംഗാളിലെ സംഭവവികാസങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് വനിതകളെ ഉൾപ്പെടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് എങ്കിൽ സംഘപരിവാറും അതോടൊപ്പം തന്നെ RSSുമായി അടുത്ത ബന്ധം പുലർത്തുകയും അവർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നവർ കൂടി ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാളെ രാവിലെ ആയിരിക്കും ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ 10 മണിയോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും എന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലെ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ കൊട്ടിക്കലാശ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തന്നെ താൻ മെയ് 4-ാം തീയതിക്ക് ശേഷം ഒരിക്കൽ കൂടി പശ്ചിമബംഗാളിലേക്ക് എത്തും. അത് ബംഗാളിൽ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായിരിക്കും എന്നതായിരുന്നു. അത് പ്രാവർത്തികമാക്കുന്ന തരത്തിൽ തന്നെയാണ് നാളെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കാവുന്നത്. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാർ, ദേശീയ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുക്കുന്ന സംഭവബഹുലമായ പ്രൗഢഗംഭീരമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ നടക്കുന്നത്. ഒപ്പം സജിത്ത് സൂചിപ്പിച്ചതുപോലെ അതായത് സുവേന്ദു അധികാരിയുടെ PA അടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സംസ്ഥാനത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം ആളുകൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൊല്ലപ്പെടുന്നത് പശ്ചിമബംഗാളിൽ ആണ്. ഇപ്പോഴും അക്രമ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് തൃണമൂൽ പ്രവർത്തകരും
പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും രൂക്ഷമാണ്. ഒരുപക്ഷെ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിവേഗമുള്ള സർക്കാർ രൂപീകരണത്തിലേക്ക് ബംഗാൾ കടക്കുന്നത്. കാരണം സർക്കാർ ചുമതലയേറ്റാൽ വളരെ പെട്ടെന്ന് പോലീസിൻ്റെ നിയന്ത്രണം BJP സർക്കാരിനെ ഏറ്റെടുക്കാനും ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സംഘർഷാവസ്ഥയിൽ അയവ് വരുത്തുവാനും സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം ഈ ബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകളും അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി മുന്നോട്ട് പോകുമ്പോഴും തോൽവി സമ്മതിക്കാൻ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഒടുവിൽ ഭരണഘടനയുടെ 174 വകുപ്പ് അനുച്ഛേദം 2 പ്രകാരം ഗവർണർ തൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് നിയമസഭയെ പിരിച്ചുവിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മമതാ ബാനർജി പറയുന്നത്. സുപ്രീം കോടതി അടക്കം സമീപിക്കും എന്നാണ്. എന്തു തന്നെയാണെങ്കിലും 1.5 പതിറ്റാണ്ട് നീണ്ട മമതാ ബാനർജിയുടെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് BJP ഒരിക്കലും പിടിയിലൊതുക്കാൻ പറ്റാത്ത സംസ്ഥാനം എന്ന് പൊതുവെ നിരീക്ഷിച്ചിരുന്ന പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാൾ എന്നത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തുറ്റ ഒരു സർക്കാരാണ് അധികാരത്തിലേറേണ്ടത് എന്ന പൊതുവികാരം ഉണ്ട്. ഒപ്പം SIR നടപ്പിലാക്കിയതിലൂടെ 1 കോടി വോട്ടർമാർക്ക് പുറത്തു പോകേണ്ടി വന്ന സംസ്ഥാനം കൂടിയാണ്. ഇപ്പോഴും ഈ SIRമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഏറ്റവും ശക്തമായ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഏറ്റവും ശക്തരായ ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാർ നടപടികളിലേക്ക് BJP കടക്കുന്നു എന്നാണ് അറിയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ് ഇപ്പോൾ കൊൽക്കത്തയിൽ തുടരുന്നത്. കൊൽക്കത്തയിൽ തുടർന്നുകൊണ്ട് അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന വിഷയങ്ങളടക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ RSS സംഘപരിവാർ നേതാക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് വൈകിട്ട് 4 മണിക്ക് ഈ നിയുക്ത MLA-മാരുടെ യോഗത്തിൽ പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ അടക്കം നിശ്ചയിക്കാൻ പോകുന്നത്. സജിത്ത്, പശ്ചിമ ബംഗാളിൽ സർക്കാർ രൂപീകരണമാണ്. ആ നീക്കത്തിലേക്കാണ്. നാളെയാണ് സർക്കാർ രൂപീകരണം നടക്കുക. അതിൻ്റെ തിരക്കിട്ട ചർച്ചകളിലാണ്. ഒപ്പം തന്നെ മന്ത്രിസഭയിലെ മറ്റ് പ്രധാനികൾ ആരൊക്കെ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ആൺ സുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി കൊച്ചിയിൽ MBA-കാരിയെ പീഡിപ്പിച്ചു. നഗരത്തിലെ ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടത്തിൽ രാത്രി ആൺ സുഹൃത്തിനൊപ്പം എത്തിയ 24-കാരിയാണ് പീഡനത്തിന് ഇരയായത്. ആൺ സുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി 3 യുവാക്കൾ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. കെട്ടിടത്തിന്റെ 10ാം നിലയിൽ നിന്നും ഫയർ ഗോവണിയിലൂടെ പൂർണ്ണ നഗ്നയായി ഇറങ്ങി ഓടിയാണ് യുവതി രക്ഷപ്പെട്ടത്. പ്രതികളിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൊച്ചി നഗരത്തെ ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ റിസർവേഷൻ കൗണ്ടറിന് തൊട്ടു പിന്നിലായുള്ള വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ദ ബ്ലൂ മുണ്ടേ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച വൈകുന്നേരമാണ് MBA ബിരുദധാരിയായ 24-കാരിയും അവരുടെ ആൺ സുഹൃത്തുമായി രാത്രിയിൽ ഈ കെട്ടിടത്തിലെത്തുന്നത്. ഈ സമയത്ത് തന്നെ ഇവിടേക്ക് ഇവർ മുകളിലേക്ക് കയറി പോവുകയെന്ന് 10ാം നിലയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇവിടെ താഴത്തെ നിലയിലിരുന്ന് മദ്യപിച്ചിരുന്ന സംഘമാണ് ഈ 3 സംഘം. ഇവർ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും പലതവണ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും പെൺകുട്ടി എതിർക്കുകയും ചെയ്തു. തുടർന്നാണ് അതൊരു ബലാത്സംഗ ശ്രമത്തിലേക്ക് മാറുന്നത്. പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കീറുകയും അവിടെ നിന്നും ആ 10ാം നിലയിൽ നിന്നും ഫയർ എക്സിറ്റ് വഴി പെൺകുട്ടി അതിലെ ഗോവണി വഴിയാണ് ഇറങ്ങി ഓടി പോലീസിൻ്റെ സഹായം തേടുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസുള്ളത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഇടപെടൽ കൊണ്ട് അടിയന്തരമായി വളരെ വേഗം പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. 2 പ്രതികൾ, അതായത് തിരുവനന്തപുരം സ്വദേശി ഡാനിഷും മറ്റൊരു പ്രതി കൊല്ലം സ്വദേശി രാഹുലുമാണ്. ഇവർ സ്ഥിരം കുറ്റവാളികളാണ്. ഡാനിഷിൻ്റെ പേരിൽ നിരവധി കേസുകളാണ് തിരുവനന്തപുരത്തുള്ളത് എന്നാണ് നമുക്ക് ഇതിലെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആൾപ്പാർപ്പില്ലാത്ത പ്രദേശമാണ്. ഇത്തരം ഇടങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ നിരന്തരമായി വാഴുന്ന സ്ഥലമാണ്. അത്തരത്തിലുള്ള ഒരിടത്തേക്കാണ് ആ പെൺകുട്ടി തൻ്റെ ആൺ സുഹൃത്തുമായി കടന്നു വന്നത്. കൊച്ചിയിൽ നൈറ്റ് ലൈഫ് സേഫാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് സ്വാഭാവികമായും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും സൗത്ത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ SI സുബോധിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്. 2 തവണയാണ് പ്രതി ഡാനിഷ് ഇവരുടെ കൈവശം നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതിനിടയിൽ ഈ SIക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർക്കും പരുക്കേൽക്കുകയുണ്ടായി. എന്തായാലും ഒരു പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള രാഹുലിൻ്റെ ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ് ഇവരിലേക്ക് പ്രതികളിലേക്ക്
എത്താൻ പോലീസിനെ സഹായിച്ചത്. തുടർന്ന് മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഈ ഡാനിഷിൻ്റെ മൊബൈൽ ഫോൺ മറ്റൊരു കടയിൽ ചാർജ് ചെയ്യാനിരിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഡാനിഷിനെ പിടികൂടാൻ ശ്രമിക്കുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടുകയും പോലീസുമായുള്ള ഒരു പോലീസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും 2 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. മൂന്നാമതായിട്ടുള്ള ആൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോലീസ് അതിൻ്റേതായ തരത്തിൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. തിരുവനന്തപുരം കവടിയാറിൽ അമിത വേഗത്തിലെത്തിയ കാർ 4 വാഹനങ്ങളിൽ ഇടിച്ചു കയറി യുവതി മരിച്ചു. പാലക്കാട് സ്വദേശി നൌഷികയാണ് മരിച്ചത്. 2 കാറുകളും 2 ബൈക്കുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് കയറിയ കാർ യാത്രികരെയും ഇടിച്ചു തെറിപ്പിച്ചു. 7 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് കവടിയാർ ജംഗ്ഷന് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിക്കുകയും പല വാഹനങ്ങളിൽ ബൈക്കിലും കാറിലും അടക്കം ഇടിച്ച് അവസാനം മറ്റൊരു കാറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. കുറവൻകോണത്ത് നിന്നും കവടിയാറിലേക്ക് വരുന്ന ഭാഗത്ത് വെച്ചാണ് ഈ വാഹനം നിയന്ത്രണം വിടുകയും മറ്റു വാഹനങ്ങളെയും ഒപ്പം 7 കാൽനട യാത്രക്കാരെയും ഇടിച്ചു തെറിപ്പിച്ചത്. അതിൽ ഒരു യുവതി ഇപ്പോൾ SUT ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരണപ്പെട്ടതെന്നാണ് വിവരം. ഒപ്പം ഭർത്താവും ഉണ്ടായിരുന്നു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റുകൊണ്ട് SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു നിയന്ത്രണം വിട്ട കാർ അത് പല വാഹനങ്ങളിൽ ഇടിച്ച് അവസാനം കവടിയാർ ജംഗ്ഷനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തിൽ ഇടിച്ചാണ് നിന്നത്. അതിനിടയിൽ ബൈക്കുകളിലും കാറുകളിലും എല്ലാം ഇടിച്ചിരുന്നു. ഒപ്പം തന്നെ 7 കാൽനട യാത്രക്കാരെ ഇടിക്കുകയും അതിൽ ഒരാളാണ് മരണപ്പെടുകയും ചെയ്തത്. മറ്റുള്ളവരുടെയും നില ഗുരുതരമാണെന്നാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ നിന്നും പരിക്കേറ്റവരെ മാറ്റുന്നതിൽ ചെറിയ കാലതാമസം 15 മിനിറ്റോളം സമയം എടുത്താണ് ഇവിടെ നിന്ന് മാറ്റിയതെന്നാണ് ഈ സംഭവം കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത്. വലിയ രീതിയിലുള്ള സ്പീഡിലായിരുന്നു വന്നതെന്നും ദൃക്സാക്ഷികൾ കൂട്ടിച്ചേർക്കുന്നു. ആ വണ്ടി ഞാൻ കാണുമ്പോൾ ആ വണ്ടി ഓവർ സ്പീഡിലാണ്. കാരണം ഞാനാണ് ഓപ്പോസിറ്റിൽ നടന്നു പോകുന്നതിലും മുമ്പിൽ പോകുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോ കൈയെടുത്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾ നിർത്തുമെന്ന് കാണിക്കുന്നത്. പക്ഷേ പുള്ളി അത് കണ്ടില്ല എന്നാണ് ലാസ്റ്റ് ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത്. ആ വണ്ടി അവിടെ നിന്ന് നേരെ ഫുട്പാത്തിലേക്ക് കയറി റോഡിൽ നിന്ന് ഫുട്പാത്തിൽ കയറുന്നു. എൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് എത്തി. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് വലത്തേക്കൊന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രേ ദൂരത്തിൽ ആ വണ്ടി എങ്ങനെ കിടക്കുന്നതും എൻ്റെ തൊട്ട് പുറകെ വന്ന ആ പെൺകുട്ടിയും പയ്യനെയും ആദ്യം ഇടിക്കുന്നു. ആ ഇടി തൊട്ട് അതിൻ്റെ പുറകെ വന്ന് അടുത്ത 2 പേരും ഇടിക്കുന്നു. അങ്ങനെ ഇടിച്ച് ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ സ്ഥലത്ത് ഈ ഓപ്പോസിറ്റ് വന്ന വൈറ്റ് കാറിൽ ഇടിച്ച് നിന്നതുകൊണ്ടാണ് ഈ 8 പേരിലും ഈ 4 വണ്ടിയിലുമൊക്കെ അവസാനിച്ചത്. പരിക്കേറ്റ മറ്റ് 6 പേരെയും SUT ആശുപത്രിയിലും മറ്റ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 3 പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തുതന്നെയായാലും ചികിത്സ വരുന്ന സമയങ്ങളിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. എന്തുതന്നെയായാലും വാഹനം ഓടിച്ച കുറവൻകോണം സ്വദേശി മോഹനനെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിയന്ത്രണം വിട്ടതെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് കാലിക്കടവ് ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പീലിക്കോട് സ്വദേശി PV കൃഷ്ണനാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി കൃഷ്ണനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വല്ലപ്പുഴയിൽ മിനി ലോറി മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. കുറുവട്ടൂർ ആലിക്കൽ ചാമിയുടെ മകൻ വിജയകുമാറാണ് മരിച്ചത്. വല്ലപ്പുഴ പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. പത്തനംതിട്ട വാര്യാപുരത്ത് രോഗിയുമായി പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ വഴിയാത്രക്കാരൻ റജി എന്നയാൾ മരിച്ചു. ആംബുലൻസിൽ കുടുങ്ങിയ ആളിനെ പത്തനംതിട്ടയിൽ നിന്നും എത്തിയ അഗ്നിശമനസേന രക്ഷപ്പെടുത്തി. ഈ അപകടത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് കാറും നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞിരുന്നു. കാറിന് സമീപത്തേക്കാണ് ആംബുലൻസും മറിഞ്ഞത്. കോന്നി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് നടപടി. സംഭവത്തിൽ കാർ ഉടമയ്ക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ കാർ ഉടമയ്ക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി ആണ് പോലീസിന്റെ നടപടി. അമിത ശബ്ദത്തോടെ തീയും പുകയും പുറത്തേക്ക് വരുന്ന കാർ ഓടിക്കുന്നതിന്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഉപ്പളയിലാണ് കാർ ഓടിച്ചതെന്നും അപകട സാധ്യതയുള്ള തരത്തിൽ പെട്രോൾ പമ്പിലും കാർ എത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദൃശ്യം ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിക്കുകയും ചെയ്തു. ഇന്ത്യ ഒട്ടേക്ക് നിങ്ങൾ വല വീശിയിട്ടും ഇവൻ വീണില്ല.
ഈ ദാരന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതു മറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിന് കിട്ടിയില്ല. അവയവദാനത്തിന് വ്യാജരേഖയുണ്ടാക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് എറണാകുളത്ത് പോലീസിന്റെ വ്യാപകമായ പരിശോധന. ഫോട്ടോസ്റ്റാറ്റ് കടകളിലടക്കമാണ് പരിശോധന നടന്നത്. എറണാകുളം റൂറലിലെ 3 സ്റ്റേഷൻ പരിധിയിലെ സ്ഥാപനങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തിയത്. എറണാകുളത്ത് അവയവദാനവുമായി ബന്ധപ്പെട്ട വ്യാജരേഖകൾ സമിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. വ്യാപകമായ പരിശോധനയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിവരുന്നത്. ഈ കുന്നത്തുനാട് 1-2 ഫോട്ടോസ്റ്റാറ്റ് കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയുടെ ഭാഗമായി പൂട്ടിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. നിരവധി ഡോക്ടർമാരുടെ വ്യാജരേഖകൾ, അതായത് ലെറ്റർ പാഡുകൾ, അതുപോലെ MLAമാരുടെയും MP മാരുടെയും ലെറ്റർ പാഡുകൾ, വ്യാജ സീലുകൾ തുടങ്ങിയവയൊക്കെയും റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. അമ്പലമേട്, കുന്നത്തുനാട്, തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷന്റെ പരിധികളിലാണ് ഈ പരിശോധന നടക്കുന്നത്. പക്ഷേ ജില്ലയ്ക്ക് പുറത്തും ഇത്തരം പരിശോധന വ്യാപിപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ചും അവയവദാനവുമായി ബന്ധപ്പെട്ട് വൻ റാക്കറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് സ്വദേശി നജീബ് എന്ന ആളെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എറണാകുളം റൂറൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇത്തരം പരിശോധനകൾ നടന്നുവരുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണത്തിലാണ്. നിരവധി ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ വെളുപ്പിനോടുകൂടി ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് ഇറങ്ങിത്തിരിച്ചത് തന്നെ. അത് തുടരുകയാണ്. ഇതിൽ തുടരന്വേഷണം ഉണ്ടാകും. മറ്റു ജില്ലകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വ്യാപിപ്പിക്കുമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ചില കേന്ദ്രങ്ങൾ, അതായത് ഫോട്ടോസ്റ്റാറ്റുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിലാണ് ഇത് പ്രധാനമായും നടക്കുന്നത്. ഫോട്ടോസ്റ്റാറ്റ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റുഡിയോ വർക്കുകൾ ചെയ്യുന്ന കേന്ദ്രങ്ങൾ എന്നുള്ള തരത്തിലാണ് ഇത്തരത്തിലുള്ള വ്യാജ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡുകൾ, പരിശോധനകൾ തുടരുകയാണ്. റെയ്ഡിൽ ഇത്തരത്തിൽ നിരവധി വ്യാജമായി ചമച്ചിട്ടുള്ള രേഖകളുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ക്രൈസ്തവ ദർശനങ്ങളെക്കുറിച്ച് പുസ്തകവുമായി വി.ഡി. സതീശൻ. ആദം നീ എവിടെ ആകുന്നു എന്ന പുസ്തകം പുറത്തിറക്കുന്നത് DC ബുക്സ് ആണ്. പുസ്തകം നാളെ മുതൽ വിൽപ്പനയ്ക്കെത്തും. ദൈവത്തെ അന്വേഷിക്കുന്ന പുസ്തകമെന്ന് അവതാരികയിൽ ഡോക്ടർ സിറിയക് തോമസ് പറയും. പെരിയാർ കടുവാ സങ്കേതത്തിൽ വനംവകുപ്പിന്റെ പ്രത്യേക സംരക്ഷണയിലായിരുന്ന പെൺകടുവ മംഗളയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂരിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാത്രിയാണ് പ്രത്യേക കൂട്ടിലാക്കി കടുവയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത്. 2020 നവംബറിലാണ് 2 മാസം മാത്രം പ്രായമുള്ള പെൺകടുവയെ വനംവകുപ്പ് വാച്ചർമാർക്ക് മംഗളാദേവി ക്ഷേത്ര പരിസരത്ത് നിന്നും ലഭിക്കുന്നത്. പിന്നീട് കടുവയ്ക്ക് കാഴ്ച പരിമിതി ഉള്ളതായി വനംവകുപ്പ് കണ്ടെത്തുകയായിരുന്നു. വിദേശത്ത് നിന്നും മരുന്നെത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും കാഴ്ച പൂർണ്ണമായി ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അശാന്തമായി വീണ്ടും പശ്ചിമേഷ്യ. ഇറാനിലേക്ക് ആക്രമണം നടത്തി അമേരിക്ക. അമേരിക്കൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് തിരിച്ചടി. 2 തുറമുഖങ്ങൾ ഉൾപ്പെടെയാണ് അമേരിക്ക ആക്രമിച്ചത്. യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന പ്രഖ്യാപനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടരുമെന്നതിനിടെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വ്യക്തമാക്കി. ലോകത്ത് ആശങ്ക ഉയർത്തി ഹാൻഡ വൈറസ് ബാധ. അർജന്റീനയിൽ നിന്നും അന്റാർട്ടിക്കയിലേക്ക് വിനോദയാത്ര പുറപ്പെട്ട MV ഹോണ്ടിയസ് എന്ന കപ്പലിലാണ് രോഗബാധ ഉണ്ടായത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ നീങ്ങിയ ഈ ഡച്ച് കപ്പലിൽ വൈറസ് ബാധിച്ച് 3 പേർ മരിച്ചു. ആകെ രോഗം ബാധിച്ചത് 11 പേർക്കാണ്. കപ്പലിൽ 2 ഇന്ത്യക്കാരുമുണ്ട് എന്ന വിവരവും കപ്പൽ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. രോഗം കൂടുതൽ പേരിലേക്ക് പകർന്നിട്ടുണ്ടോ എന്നതിൽ ആശങ്ക നിലനിൽക്കും.